പ്രിയരെ, ഞാനിത് രാവിലെ ഇന്നലെ എടുത്ത കുഞ്ഞിനായിട്ട് ആശുപത്രിക്ക് പോയതാണ്. പോയിട്ട് തിരിച്ചു വരിക. അപ്പൊ നിങ്ങളോട് കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഫോൺ അത്ര ക്ലാരിറ്റി ഇല്ലാത്ത കാരണം ഞാൻ ചില വീഡിയോസ് ഞാൻ ഇവന്റെ ഫോണിൽ നിന്നാണ് എടുക്കുക. നമ്മളൊരു കൂട്ടുകാരനാണ്, അവന്റെ ഫോണിൽ നിന്ന് എടുക്കുക. അപ്പൊ അവൻ വരുന്ന വഴി അവനെയും കൂട്ടിയിട്ട് സംഭവം ഒന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. ഇവനിപ്പോ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അത്യാവശ്യം ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഫെക്ഷനും മുറിവ് കാണിക്കാൻ പറ്റില്ല, കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ കാണിച്ച കമ്മ്യൂണിറ്റി വയലേഷൻ്റെ ഇത് ഉണ്ടാവും. അപ്പോൾ ഇൻഫെക്ഷനൊന്ന് മാറിയിട്ട് കാലെന്തായാലും ആംബിറ്റേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു കണ്ടീഷൻ. പക്ഷേ ഇതിലൊരു ദുരൂഹത ഉള്ളതെന്ന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ട്, ഈ കുഞ്ഞിന്റെ കഴുത്തിൽ മുറിവുണ്ട്. ഈ കുഞ്ഞിന്റെ കഴുത്തിൽ 2 സൈഡിലായിട്ട് മുറിവ് അങ്ങനെ നീളത്തിലുണ്ട്. പക്ഷെ അത് സ്റ്റിച്ച് ഇട്ടിരിക്കണം. പകുതി സ്റ്റിച്ച് പോയിരിക്കണം, പക്ഷെ സ്റ്റിച്ച് കാണുന്നില്ല, സ്റ്റിച്ചെല്ലാം പോയിരിക്കുന്നത്. ആ മുറിവ് നല്ല ഉണക്കായിട്ട് സ്റ്റിച്ച് പൊട്ടിയിട്ട് സ്റ്റിച്ച് പോയതോ ഭാഗികമായിട്ട് 2 എൻഡില് സ്റ്റിച്ച് ഇല്ലാതെ മുറിവ് ഇങ്ങനെ വിടർന്നിട്ട് ഇങ്ങനെ പഴുപ്പ് പോലെ നിൽക്കുക. ബാക്കിയുള്ള ഭാഗം ഉണങ്ങിയേർക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ അതിന് ശേഷമാണ് ഈ മുറിവ് ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ഈ മുറിവായത്. അപ്പൊ ഇതിനെ ആരോ വളർത്തിയിട്ട് ഇതുപോലെ എന്തോ നായക്ക് അടിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് മുറിവായിട്ട് അവർ ഹോസ്പിറ്റൽ കൊണ്ട് സ്റ്റിച്ച് ഇട്ടിട്ട് എന്തൊക്കെ ആയിട്ട് അവർ ആരും പേടിച്ചിട്ടോ പേടിപ്പെടുത്തിയിട്ടോ എന്തോ ആയിട്ട് അവര് പന്തവര ഏരിയ പരിസരത്തെ ഹൈവേയിൽ എവിടെയോ കൊണ്ട് കളഞ്ഞതാണ്. അങ്ങനെയാണ് ഇപ്പൊ അത് എന്റെ കണ്ണിൽ പെട്ടത്. അതല്ലെങ്കിൽ ഏതെങ്കിലും റെസ്ക്യൂ ടീം ആരെങ്കിലും ഇതുപോലെ രക്ഷിക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് അവസാനം കണ്ട് വിട്ടതാണെന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും പന്തവൂർ ലൊക്കേഷനിൽ ഇവന് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം. പക്ഷെ ഞാൻ തിരക്കേറിന് ശ്രദ്ധിക്കാറില്ല. നീ നടക്കുന്നുണ്ട്, അപ്പൊ ആൾക്ക് ഇങ്ങനെ സീരിയസ് ആണെന്ന് പറയില്ല. പക്ഷെ ആൾ പെട്ടെന്ന് ഓടുകയാണ്. അപ്പൊ ഒരു ദിവസം രാത്രി കണ്ടപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെയാണ് ആൾ കുറച്ച് തളർന്നിട്ട് ഭയങ്കര ടയർഡായിട്ട് എന്റെ കൺമുന്നിൽ വന്ന് പെടുന്നത്. അങ്ങനെ വീണ് കിടക്കായിരുന്നു. ഇന്നലെ കൊണ്ടുപോയപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് മുറിയൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ആൾക്ക് പാലൊക്കെ കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ന് ആളെ കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്, 3 കാലിലൊക്കെ നീറ്റ് നിൽക്കും. പക്ഷെ ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അത് വ്യക്തമാണ്, ആ സ്റ്റിച്ചിന്റെ പാട് കറക്റ്റായിട്ട് നമ്മൾ എത്രയോ നാളുകളെ സ്റ്റിച്ച് കാണുന്നു, സ്റ്റിച്ചിന്റെ പാട് ഇങ്ങനെ ഉണ്ട്. അതിന്റെ പുറമെ സ്റ്റിച്ച് വിട്ടിട്ട് 2 എൻഡിൽ മുറി ഉണങ്ങാതെ ആയിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് നേരത്തെ അപ്പൊ അത് മനഃപൂർവ്വം ആരോ കൊണ്ടുപോയി കളഞ്ഞതോ ഇതുപോലെ എവിടെയോ ഇങ്ങനെയിട്ട് എവിടെ ഉപേക്ഷിച്ചോ അവർക്ക് ഭാരമാവെന്ന് കരുതിയിട്ട് കൈ ഒഴിഞ്ഞാണ്. എന്തായാലും ഇങ്ങനെ ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു കണ്ണു ചോരില്ലാത്ത പ്രവൃത്തിയാണ്. റെസ്ക്യൂ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്നോ ആരായാലും ഇത്തരം ക്രൂരത ചെയ്യാതിരിക്കുക. പിന്നെ ഇപ്പൊ രാവിലെ ഞാൻ ഇറങ്ങി, ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. ഇപ്പൊ ഇന്നലെ ഞാൻ കഞ്ഞിപ്പുറ ഭാഗത്തേക്ക് ഒരു നായനെടുക്കാൻ തിരയാനാന്ന് പറഞ്ഞ് പോയില്ല. ആളെന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തെരഞ്ഞിട്ട് കണ്ടില്ല. പുറത്ത് തലയുടെ ഭാഗത്ത് കംപ്ലീറ്റ് മുറിവായിട്ടൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു കേസ്. ആ കേസിന് വേണ്ടി പോയത്, ആളെ കിട്ടില്ല. പക്ഷെ വൈകുന്നേരത്ത് ഞാൻ തിരിച്ചെത്തിയപ്പോഴത്തേനും അവിടെയുള്ള നാട്ടിലെ കുറച്ച് നല്ലവരായ ചെറുപ്പക്കാരുണ്ട്, നല്ല മുസ്ലിം പിള്ളേർ തന്നെ. അവരാണ് ആ നായനെ തിരഞ്ഞാനും എന്റെ കൂടെ എന്നെ അറിയിക്കാനൊക്കെ തന്നത്. അപ്പൊ അവര് എങ്ങനെയൊക്കെയോ ഒരു റൂമിൽ പിടിച്ചാക്കിയിട്ടുണ്ട്. പക്ഷെ ആളെ ഒന്ന് കൊണ്ടുപോകാന് ഷെൽട്ടറിക്ക് മാറ്റേണ്ടി വരും, പ്രതിവേട്ടന്റെ അവിടേക്ക് മാറ്റണം, ട്രീറ്റ്മെന്റ് നിർത്തിയിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ തിരൂരിലുള്ള പയ്യനെ, രവി പറഞ്ഞ പയ്യനെ, അവനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയാണ്. അപ്പൊ അവൻ നോക്കട്ടെ പറഞ്ഞു അവന്റെ അടുത്ത് വണ്ടിയിൽ. കാരണം എനിക്കിന്ന് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. കാരണം ഞാൻ ഇന്നിപ്പോ ഈ കുഞ്ഞിനായിട്ട് വന്ന് ഇനിയിപ്പോ തിരിച്ചു പോവാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കുഞ്ഞിനെ ഇന്ന് ഏറ്റിരുന്നു. അത് നമ്മളെ സ്ട്രീറ്റിലെ തെരുവിലൊരു നാടൻ കുഞ്ഞാണ്. അവളെ വന്ധീകരിക്കണം. അത് കഴിഞ്ഞിട്ട് വേറെയും കേസുകളാണ്. അപ്പൊ അത്ര ഇനി പാലക്കാട്ടേക്ക് പോകാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടില്ല. കാരണം രവിനെ ഏൽപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. നോക്കട്ടെ, എന്തായാലും നടന്നാൽ മതി.